വരാൻ. ഇങ്ങോട്ട് വാ. എന്നെ എന്തിനാ ഇവിടെ പിടിച്ചോണ്ട് വന്നത്? എന്റെ പേഷ്യന്റിനെ നോക്കാൻ എനിക്കറിയാം. ആദ്യം അടി, പിന്നെ സംസാരം. നിന്നോട് കഥ വേണ്ടത്. എന്താ മോളെ? ഇവള് നമ്മുടെ നിത്യമോളെ കൊല്ലാൻ ശ്രമിച്ചു. കൊല്ലാൻ ശ്രമിച്ചെന്നു? അതെ, തെളിവ് എന്റെ മൊബൈലുണ്ട്. ഇവള് പോലും അറിയാതെ ആ മുറിയില് ഇന്നലെ ഞാൻ ഒരു മൈക്രോ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്റെ മൊബൈലുമായിട്ടാ. അനാവശ്യം പറയരുത്. ഞാൻ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. നീ ശ്രമിച്ചില്ല അല്ലടി? ഇവരെന്താ കാണിക്കുന്നേ? വലിയ ഏജൻസിന് ജോലിക്ക് വിട്ട് തല്ലിക്കൊല്ലം നോക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്ക് ഭ്രാന്താ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവര് എന്റെ അമ്മ വന്നെന്ന് പറഞ്ഞു. ഇന്നിപ്പം ദേ ഈ പാമ്പ് പിടിച്ച ഹോം നേഴ്സ് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയുന്നു. നീ മിണ്ടരുത്. മിണ്ടിയാൽ നീ മേടിക്കും. എന്റെ ഫോണിലൂടെ ഞാൻ കണ്ടതാ ഇവള് നിത്യമോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ അച്ഛനെ വിളിച്ച് ഓടി പാഞ്ഞു ചെന്നത്. ദേവികെ, ഇത് വല്ലതും നടന്നതാണോ? അതോ പതിവ് പോലെ ദേവികയുടെ മായ കാഴ്ചയോ? നട്ടപ്പാതിരയ്ക്ക് മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. ഒന്ന് ഉറക്കം പിടിച്ച് വന്നതായിരുന്നു. നട്ടപ്പാതിരയ്ക്ക് നിത്യമോളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അമ്മയും മുത്തശ്ശി എന്ത് പറഞ്ഞേനെ? സത്യം പറ മോളെ, നിന്നെ എന്റെ മകളുടെ സ്ഥാനത്ത് ഞാൻ കണ്ടിരിക്കുന്നത്. വയ്യാതെ കിടക്കുന്ന എന്റെ കൊച്ചിനെ ഉപദ്രവിക്കാൻ നീ ശ്രമിച്ചോ? ശ്രമിച്ചു. പക്ഷേ അതാര് പറഞ്ഞിട്ടാണെന്ന് അറിയണ്ടേ? ആര് പറയട്ടെ ഈ കൊട്ടേഷൻ എടുത്ത്? ആരാ കൊച്ചേ ഞങ്ങളുടെ കൊച്ചിനെ കൊല്ലാൻ കൊട്ടേഷൻ തന്നേ? വക്കീൽ സിദ്ധാർത്ഥനും ഇവരും ചേർന്നു. അങ്ങനെ വരട്ടെ. അതിന്റെ പെയിൻ സ്ലിപ്പ്. നോക്ക്. അമ്മേ നോക്കട്ടെ. മുത്തശ്ശി അമ്മേ കണ്ടു. നിങ്ങൾക്കെന്താ മറുപടിയില്ലേ? നിങ്ങൾ തന്നെയല്ലേ പണം ഡെപ്പോസിറ്റ് ചെയ്തത്? സൈൻ ചെയ്തത് നോക്കി നിങ്ങൾ തന്നെയല്ലേ? അത് ശരി. അപ്പൊ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ട്രാപ്പാണല്ലേ? ആരാടി നിന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഇവിടെ ഉള്ള ആള് തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതെനിക്ക് നിന്റെ നാവിന്ന് കേൾക്കണം. നിങ്ങൾ ചുമ്മാ ഇത് എന്റെ തല കെട്ടി വെക്കാൻ നോക്കണ്ട. കള്ളം പൊളിഞ്ഞപ്പോ അവര് പുതിയ അടവായിട്ട് വന്നിരിക്കുന്നു. എന്ത് ചെയ്യണം മോളെ? ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം അച്ഛാ. ഇറങ്ങടി പുറത്ത്. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. നിന്നെ പോലൊരുത്തിയുടെ സേവനം ഇവിടെ ഇനി ആവശ്യമില്ല. എന്റെ കുട്ടിയെ നോക്കാൻ എനിക്കറിയാം. ഇറങ്ങടി പുറത്ത്. ഇറങ്ങടി പുറത്ത്. ചതിച്ചത് നിങ്ങളാ. എത്രയൊക്കെ പരിശുദ്ധ ചമഞ്ഞാലും അതങ്ങനെ തന്നെ നിൽക്കും. ഇറങ്ങി പോടി. അവസാനം നല്ല പിള്ള ചെമഞ്ഞ് ആരും അറിയാത്തൊരു ക്യാമറ കഥയായിട്ട് വന്നേക്കുന്നു. ആരാണ് ചതിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഇവിടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഉണ്ട്. നീ കൂടുതൽ കഥ മെനയാൻ നിൽക്കണ്ട.
എനിക്കത്ര വലിയ കഴിവൊന്നുമില്ല. ആ കൊച്ചു പറഞ്ഞത് തന്നെയാ എനിക്ക് വിശ്വാസം. ആണോ? അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു രൂപക്കൂട് പണിത് വിശുദ്ധ മിലിയെ ആ രൂപക്കൂട്ടിലോട്ട് കയറ്റി നിർത്ത്. എനിക്കെന്റെ ദേവിക മോള് പറഞ്ഞത് തന്നെയാ വിശ്വാസം. വെറുതെ സിദ്ധുവിന്റെ ദേവിക മോളുടെ തലയിലേക്ക് ഈ പഴിയും കൂടെ ആണിയടിച്ച് വെക്കാൻ നിൽക്കേണ്ട അമ്മ. അങ്ങനെ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മോളുടെ ജീവന്റെ പ്രശ്ന അന്വേഷിച്ച് കണ്ടെത്തണം സത്യങ്ങള്. ഓ, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ആ, ഇനി എല്ലാരോടുമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് മുതൽ നിത്യമോളുടെ മുറിയിൽ ദേവിക മോള് കിടന്നോളും. വേറെ ആരും അതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടണ്ട, ആധിയും കൊള്ളണ്ട. പുതിയ പുതിയ ആളുകളെ കാവലിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണ്ട. അതെങ്ങനെ ശരിയാവും? അയ്യോ, ഞാൻ ശരിയാക്കിക്കോളാം. മോളെ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. നിത്യമോടെ കാര്യം ഇനി മോള് നോക്കിയാൽ മതി. എന്റെ കൊച്ചിന് ദൈവം കൊടുത്ത ആയുസ് മനുഷ്യരെടുക്കാതെ നോക്കണം. അച്ഛൻ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുറ്റക്കാരായിട്ട് കാണുന്നത് കുറച്ച് കഷ്ടം കേട്ടോ. ആ, ഒന്ന് പിടയ്ക്കാതിരിക്കുക എന്റെ ശരത്ത് മോനെ. നിത്യമോളൊന്ന് അനങ്ങിക്കോട്ടെ, അവിടെ നാവൊന്ന് ചലിച്ചോട്ടെ. അത് കഴിഞ്ഞ് അച്ഛനും മോനും തമ്മിലൊന്ന് സംസാരിക്കേണ്ടി വരും. ഇനി അതല്ല, ദേവിക മോളാണ് തെറ്റുകാരി എന്ന് നിത്യമോള് പറഞ്ഞ അന്നെന്റെ മനസ്സിൽ നിന്ന് മകളെന്നുള്ള സ്ഥാനം ഞാൻ വെട്ടും. ദേവികമ്മയുടെ കാര്യത്തിലും ഇപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ? ആ, എന്തായാലും ഈ കലക്കവെള്ളമൊക്കെ ഒന്ന് തെളിയട്ടെ. അതുവരെ ആരും വള്ളവും വലയായിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങണ്ട. മനോഹരേട്ടൻ എന്തിനാ എന്നോട് മുഖം കനപ്പിക്കുന്ന? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അമ്മയുടെയും ശരത്തിന്റെയും പക്ഷം പിടിച്ച് ദേവിക മോളെ കുറ്റപ്പെടുത്താനാണല്ലോ നിനക്ക് താല്പര്യം. പിന്നെ എങ്ങനെ മോന്ത കനപ്പിക്കാതിരിക്കും? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ആർക്കും തോന്നുന്ന ന്യായമായ ഒരു സംശയം ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്താണ് നിന്റെ സംശയം? ദേവിക നിത്യമോളെ കൊല്ലം കൊട്ടേഷൻ കൊടുത്തുന്നോ? നിനക്ക് നാണമില്ലേടി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ?